പൂജ ക്രിക്കറ്റിന്റെ 75ാം ടൂർണമെന്റിന് തുടക്കമായി 26 ടീമുകളാണ് തൃപ്പൂണിത്തുറയിലെ പാലസ് ഓവലിൽ നടക്കുന്ന ടൂർണമെന്റിൽ കളിക്കുക. ഇന്ത്യയുടെ ഇതിഹാസ വിക്കറ്റ് കീപ്പർ ബാറ്റർ സയ്യദ് കിർമാനിയാണ് പൂജ ക്രിക്കറ്റിന് തുടക്കം കുറിക്കാനെത്തിയത്. മുക്കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായാണ് പൂജ ക്രിക്കറ്റിന് തുടക്കമാകുന്നത്. പരിമിത ഓവർ ക്രിക്കറ്റിലെ ആദ്യ ടൂർണമെന്റ് എന്ന വിശേഷണം പൂജ ക്രിക്കറ്റ് ടൂർണമെന്റിന് സ്വന്തമാണ്. ടൂർണമെന്റിന് മുന്നോടിയായി നടന്ന ഉദ്ഘാടന ചടങ്ങിന് സ്റ്റാച്യു ജംഗ്ഷൻ മുതൽ തുറന്ന ജീപ്പിലാണ് കിർമാനി എത്തിയത്. I never expected this. It was like we're returning from the 83 World Cup, coming from the airport, motorcade coming in and full of music and sound. Wow. This was a great honor given to me, a privilege given to me. I am deeply touched by the emotion, the love for all we cricketers who have given me this opportunity and great honor for me to be around here. ഉദ്ഘാടന ശേഷം ഫ്ലഡ് ലൈറ്റിൽ സീനിയറായ രഞ്ജി താരങ്ങളുടെ 2020 മത്സരവും നടന്നു. 26 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ 8 ടീമുകൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ്. ഏറെ നാളുകൾക്ക് ശേഷം ഇത്തവണ 2ാം റൗണ്ട് മുതൽ ലീഗായാണ് ടൂർണമെന്റ് നടക്കുക. സംസ്ഥാന പാനലിൽ നിന്നുള്ള അമ്പയർമാരാണ് ടൂർണമെന്റ് നിയന്ത്രിക്കുന്നത്. പൂജ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 75ാം വർഷ ലോഗോ പ്രകാശനം ചെയ്തത് കപിൽ ദേവ് ആയിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.